ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോർച്ച, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുമ്പരാൻ്റെ കൃപയാൽ വചനം വായിച്ചിട്ട് തുടങ്ങാവേ. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട, കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പം പ്രാർത്ഥനയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ ആട്ടെ ഇതിൻ്റെയൊക്കെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാണ്. കരുണാസമ്പന്നനായ ദൈവമോ, ദൈവത്തിന് കരുണ തോന്നിയിട്ടാലോ സ്വന്തം മകനെ ഭൂമിയിലേക്ക് അയച്ചത് നമ്മളെ ആ ദൈവത്തോട് ചേർക്കാൻ. നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മയും ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. കേട്ടിട്ട് വല്ലതും മനസ്സിലായോ? പണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊന്നും വായിച്ചൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഒരു മനുഷ്യൻ അതിക്രമവും പാപവും ചെയ്തുകൊണ്ടിരുന്നപ്പം മരിച്ച മനുഷ്യനായിരുന്നു. ബൈബിളിൽ യേശുമ്പരാൻ പറഞ്ഞിട്ടുണ്ട്, മരിച്ചവർ മരിച്ചവരെ അടക്കട്ടെ, നിങ്ങൾ എൻ്റെ കൂടെ വാന്ന് പറയുന്നുണ്ട്. അപ്പം മരിച്ചവർ എന്നാണ്, ഇങ്ങനെ പാപം ചെയ്യുന്നവൻ മരിച്ചവനാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കിട്ടുമ്പോൾ ഞാൻ ഇന്നെ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞ് ആ പാപം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ദൈവം പാപത്തെ പിന്നെ ഓർക്കൂല. പാപം പുറത്ത് കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്നല്ലേ പറയണത് ബൈബിളിൽ. അപ്പോൾ ആ പാപം, സുകുമാർ അഴീക്കോട് പറഞ്ഞ പോലെ ക്രിസ്ത്യാനിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. അവന് ഉള്ളിലൊരു തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിക്കാൻ ഒരു ദൈവമുണ്ട്. അവനാ ക്ഷമ കിട്ടിക്കഴിയുമ്പോൾ അവൻ ഫ്രീ ആകും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ആർക്കും അതില്ല. കുമ്പസാരവും കുമ്പസാരം അച്ഛൻ്റെ മുമ്പിലല്ല കേട്ടോ. എൻ്റെ അഭിപ്രായം യേശുവിൻ്റെ മുമ്പിലാണ്, ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ കുമ്പസാരിക്കേണ്ടത്. എന്ന് വെച്ചാൽ പാപത്തിനെ ഏറ്റു പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കണം. എല്ലാ വർഷവും പോയി കുമ്പസാരിക്കുകയല്ല. ഞാനൊക്കെ പണ്ടങ്ങനെയായിരുന്നേ. പിന്നെ ആ പാപം നമുക്ക് അറപ്പും വെറുപ്പുമായിരിക്കണം. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മയും ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. ഇപ്പോൾ യേശുമ്പരാൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റു. നമ്മൾ യേശുവിനെ ഫോളോ ചെയ്യുന്നവർ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നിത്യജീവൻ്റെ ഉടമയാകും, ക്രിസ്തുവിനോടുകൂടെ ജീവിക്കും, സ്വർഗത്തിലെ അടിപൊളി. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ റണ്ണിങ് മെറ്റീരിയൽ ഇത് കണ്ടോ. നോയ കോട്ടയിൽ സൂപ്പർ എംബ്രോയ്ഡറി, സാരിക്ക് ടോപ്പിനൊക്കെ നല്ലതാട്ടോ. കുറേ കാലം മുമ്പ് നമുക്ക് കിട്ടിയായിരുന്നു. ഒത്തിരി കാലമായി നമുക്കിത് കിട്ടിയിട്ട്. എത്രയാണ്? 199 ആട്ടോ. 44 വിഴുത്തു ആട്ടോ. 199. ചുമ്മാ ഒന്ന് വെച്ച് നോട്ടെ കേട്ടോ. സാരിക്ക് എനിക്ക് കിട്ടും. ഞാൻ വീതി നോക്കിയതാ, എനിക്ക് കിട്ടും. ഇനി 5 അടി 7 ഇഞ്ച് 9 ഇഞ്ചൊക്കെ പൊക്കമുള്ളവർ ഈ ഉടുക്കുന്നതിൻ്റെ ഇപ്പറേ കാഞ്ചീപുരത്തിന് മാത്രമല്ലേ അവർക്ക് കിട്ടുള്ളൂ. വർക്കുള്ള സാരിക്ക് കിട്ടില്ലോ. ഒരു സാരി ഫോൾ ഇപ്പറേ അടിച്ചാൽ മതി, ചുമ്മാ കുത്തുന്നിടത്തേ, എന്നിട്ട് അത് ഉള്ളിയിട്ട് വിട്ടാൽ മതി. പണ്ട് ഞങ്ങൾ എപ്പോഴും റെഡി ആയിട്ടിരിക്കും. അന്ന് ഈ കല്യാണപ്പെണ്ണ് ഒരുങ്ങാൻ വരുമ്പോൾ കട്ട് വർക്ക് സാരിയൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇങ്ങനെ കട്ട് വർക്കൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഹൈറ്റ് ഉള്ളവർക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പറേ ഒരു ഫോൾ ഇങ്ങനെ അടുപ്പിച്ചാൽ മതി. അപ്പോൾ ഇത് അല്ല, എൻ്റെ ഹൈറ്റ് ഉള്ളവർക്ക് കിട്ടും കേട്ടോ. ഇത് അടിപൊളി. 199 ഉള്ളു. പെട്ടെന്ന് തീരും. നമ്മളെല്ലാ തവണയും 299 250 കുറഞ്ഞിട്ടില്ല ഈ സാധനം. ഈ തവണ ഫ്രഷ് പീസ് ഈ വിലയ്ക്കാൻ വന്നേക്കണ, പെട്ടെന്ന് തീരും. എടുത്തു. അത് എന്ത് ഭംഗിയുള്ള കളേഴ്സും വന്നേക്കണേ. ബ്ലൗസ് ഇത് തന്നെ എടുത്താൽ മതി, അല്ലെങ്കിൽ വൈറ്റ് ബ്ലൗസ് ഭയങ്കര ട്രെൻഡാണല്ലോ. നസ്രിയ വൈറ്റ് ബ്ലൗസ് ഇട്ടതോടുകൂടി വൈറ്റ് ബ്ലൗസ് ഭയങ്കര ട്രെൻഡായി. ഫിലിം സ്റ്റാർസ് എന്തെങ്കിലും കാണിച്ചാൽ പിന്നെ അത് ട്രെൻഡ് ആവൂല. അതെ, സൂപ്പറാട്ടോ. വൈറ്റ് ബ്ലൗസ് ഇട്ടാൽ ഗ്രാൻഡ് ലുക്കാണ്. ഇത്രയും വിലയുള്ളൂ. പെട്ടെന്ന് എടുത്തു. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കേണ്ടതാ. നമ്മൾ ഇങ്ങനെ സാറ് തലക്കെട്ടൊരു അടിയൊക്കെ തരില്ലേ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കില്ലേ. ഞാൻ എപ്പോഴും സ്വപ്ന ലോകത്തെ ബാലഭാസ്കരിയ. നല്ല ഗ്രീൻ. ഇത്രയും വിലയുള്ളൂ കേട്ടോ. 199 രൂപയേ ഉള്ളൂ. നോയാക്കോട്ടയിൽ എംബ്രോയ്ഡറി. ഇത് നല്ല ആട്ടോ. കഫ്താൻ തയ്ക്കുന്ന ഒരു പടം ഇട്ടേക്കാട്ടോ. ഇത് സാരിക്ക് നല്ലതാ, ടോപ്പിന് നല്ല ഒരു കൊച്ചു. ഇപ്പോൾ ക്രിസ്മസിന് ഈ ഗ്രീൻ ഇട്ട് കഫ്താൻ ഒരു പാറ്റേൺ ഉണ്ട്, അത് ഇട്ടേക്കാട്ടോ. ഇത് 190 രൂപയുള്ളൂ കേട്ടോ. ഇത് ഡൈ ചെയ്തേക്കണേ ക്രീമിൽ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് ഇത് ഉടുത്ത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള കളർ ഡൈയും ചെയ്യാം. അല്ലെ ടോപ്പ് അടിച്ചാലും ഇച്ചിരി സൈഡിൽ ലൂസ് ഇട്ടാൽ മതി, എർക്കോ ഇട്ടാൽ മതി, ഡൈ ചെയ്യാം. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കളറും നമുക്ക് ക്രിസ്മസിന് ഭയങ്കര അടിപൊളി കളേഴ്സാണ്. സാരിക്കായാലും ഇതിനായാലും. ജോർജറ്റിലാട്ടോ. ജോർജറ്റായിരിക്കില്ല, ക്രേപ്പായിരിക്കും. ഒറിജിനൽ പ്യുവർ അല്ലേ. ഡയബിൾ എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിരിക്കുമല്ലോ.
നെറ്റ് ഫ്രോക്കിന് നല്ലതാ, ഷോളിന് നല്ലതാ, ടോപ്പ് സാരിക്കൊക്കെ നല്ലതാ. 150 ഉള്ളേ. പെട്ടെന്ന് എടുത്താട്ടോ. ഞാൻ പറഞ്ഞു അടിപൊളിയാണ്. റെഡ് നെറ്റ് സൂപ്പർ ഹിറ്റ് ആട്ടോ. പെട്ടെന്ന് എടുത്തു. പ്യുവർ വൈറ്റ് നെറ്റ്. വൈറ്റിനാ 180. ഇത് സാരിക്കൊക്കെ നല്ലതാട്ടോ. സ്കേർട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ റെഡ് ബ്ലൗസ് ഇങ്ങനെയൊക്കെ തയ്ച്ചാൽ മതി. അല്ലെങ്കിൽ ഇതെടുത്തിട്ട് അത് ബ്ലൗസ് ആക്കിയാലും മതി. സൂപ്പറാണ്, സോഫ്റ്റ് ആട്ടോ. നെറ്റൊക്കെ ഭയങ്കര 180 കേട്ടോ. ഞാൻ ചെക്ക് കാണിക്കാം. ചെക്കിൻ്റെ കുറേ വന്നിട്ടുണ്ട്. ഇത്തവണ ക്രിസ്മസ് ചെക്ക് ഭയങ്കര ട്രെൻഡാണ്. പിള്ളേർക്ക് ഫ്രോക്ക്, വലിയവരൊക്കെ ടോപ്പ് അടിച്ചിട്ടേക്കണം. 199 അല്ലേ, 199. നമ്മുടെ പെട്ടെന്ന് തീർന്നായിരുന്നു. റീസ്റ്റോക്ക് ചോദിച്ചോണ്ടിരിക്കുമായിരുന്നു. കണ്ടല്ലോ അല്ലേ, ഇഷ്ടംപോലെ 3-4 ചെക്ക് വന്നിട്ടുണ്ട്. 199. പെട്ടെന്ന് എടുത്തോ. പെട്ടെന്ന് തീരും കേട്ടോ. പിന്നെ ചെക്ക് ഇതൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഗ്രാൻഡ് ലുക്കല്ലേ. ഇതിനെനിക്കൊരു പ്രത്യേക രസം. എല്ലാം നല്ലതാട്ടോ, എല്ലാം പ്രത്യേകതയുണ്ട്. പച്ചയും റെഡും ഒക്കെ ഉണ്ടേ. 199. ഇത് നമ്മുടെ വൈറ്റ് റീസ്റ്റോക്ക് ആട്ടോ. 240 കേട്ടോ. ഇത് സാരിക്കും ടോപ്പിനും ഒക്കെ നല്ലതാട്ടോ. ജോർജറ്റ്, വിസ്കോസ് ജോർജറ്റിൽ വർക്ക് ഫുള്ള്. ഇത് എന്ത് രസമാണെന്ന് നോക്കി. ആ സ്പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഇത്രയും ഡിമാൻഡ്. ഇത് അജ്രക് പ്രിൻ്റ് ആട്ടോ. 150. അജ്രക്കല്ല, അജ്രക് പ്രിൻ്റാണ്. റെഡ് കോട്ട് സെറ്റിനൊക്കെ ടോപ്പും ബോട്ടോ. ഇപ്പോൾ ലൈനിങ് ഒന്നും വേണ്ട, ടോപ്പും ബോട്ടോടെ ഇത് ഒന്നിച്ചെടുത്താൽ മതി. ഇപ്പം അതല്ല ട്രെൻഡ്. ടോപ്പും ബോട്ടോ ഒരേ പ്രിൻ്റ് എടുത്താൽ മതി. ബ്ലാക്ക് 150. പ്യുവർ കോട്ടൺ, ഇടാനും നല്ല സുഖമാണ്. ഇത് കോട്ടയാട്ടോ, കോട്ട മെറ്റീരിയലാണ്. റെഡും പച്ചയും വൈറ്റും ഉണ്ട് ഇതിൽ. 145. കോട്ടയാട്ടോ, സിൽക്കി കോട്ടയാ. സാരിക്ക് നല്ലതാ, ഫ്രോക്ക് ടോപ്പൊക്കെ നല്ലതാ. 145 ഉള്ളേ. ഇതും കോട്ടയാട്ടോ, റെഡും വൈറ്റും. 145. അടിപൊളി. 145. നല്ല രസമില്ലേ നോക്കി. നല്ല ഗ്രാൻഡാണ്. പെട്ടെന്ന് എടുത്തോ. ഇത് ക്രിസ്മസ് ആയിട്ട് കുറേ നാളെ ഇത് കിട്ടിയിട്ട്. 150 കേട്ടോ. ഫുൾക്കാരി. സാരിക്ക് ടോപ്പിന് എല്ലാത്തിനും എടുക്കാം. ഫാഷനും പോവില്ല. ഒരു കാലത്ത് ഇതൊന്നും പോവില്ല. ഇത്രയും ഗെറ്റപ്പുള്ള ഒരു തുണി. നമ്മൾ കട തുടങ്ങിയിട്ട് 9 വർഷമായി. ഈ കട ഇത് തുടങ്ങിയിട്ട് 9 വർഷവും ഈ സാധനം ഒരു ദിവസം പോലും ഇല്ലാണ്ടിരിക്കില്ല. അപ്പോഴത്തേനും ആൾക്കാർ അന്വേഷിക്കും. അതുപോലെ ഓർഡറാണ് ഇത്. വൈറ്റ് പെട്ടെന്ന് തീരും. ഈ വൈറ്റിലൊക്കെ ഈ എംബ്രോയ്ഡറിയുള്ള കോട്ട ഉടുക്കുമ്പോൾ അല്ലാത്ത പ്ലെയിൻ വൈറ്റ് ഉടുക്കുമ്പോഴത്തേനേക്കാളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. ഇതതിൻ്റെ ബ്ലൂ.
എടുത്തില്ലേ ഫോട്ടോ? ഇത് കോട്ട് സെറ്റ് നമുക്കിപ്പോൾ ഒത്തിരി സെറ്റ് വന്നത് ഇതിലാണ്. ഇത് സ്ലബ് കോട്ടൺ എന്ന് പറഞ്ഞൊരു കൂടിയ കോട്ടൺ ആട്ടോ. എത്രയാ? 180. ഓ 180 ഉള്ളു. നല്ല ഡ്രസ്സാട്ടോ. ടോപ്പും ബോട്ടം ഇതെടുത്താൽ മതിയേ. നല്ല ബ്ലോക്ക് പ്രിൻ്റ് വെജിറ്റബിൾ ഡൈയിങ് കൊണ്ടുള്ള ഇതാണ് പ്രിൻ്റ് കൊടുത്തേക്കണേ. നല്ലതാണ്. അതിൻ്റെ വെല്ലോ വീഡിയോ പിടിക്കുന്നതിന് പിടിച്ചു വെച്ചോണ്ടു. ഫോട്ടോയും വീഡിയോ എടുക്കണ്ടേ? പലയിടത്തും തുണി മാറ്റാനൊക്കെ ആക്കാരം വെച്ചേക്കും. ഓരോരുത്തരെ പിടിച്ചു പറിക്കുവാണ്. നല്ല സുഖാട്ടോ. ലൈനിങ് വേണ്ട കേട്ടോ, പെട്ടെന്ന് എടുത്തു. ഇത് നമ്മുടെ റീസ്റ്റോക്ക് ഐറ്റമാണ്. സെമി ടെസർ 220. നല്ലതാട്ടോ. ബേജ് കളർ ഒരു പാൻറ്റും ഇട്ടാൽ ടോപ്പ് അടിക്കാൻ സാരിക്കൊക്കെ ഒത്തിരി നല്ലതാണ്. അതിൻ്റെ തന്നെ ഒനിയൻ പിങ്ക് അല്ലേ, ലൈലാക്ക്, ലൈറ്റ് പിങ്ക് കൂടി ലൈലാക്ക് അല്ലേ. എല്ലാം നല്ലതാട്ടോ. 220 ഉള്ളു. പെട്ടെന്ന് എടുത്തു. $220 ഉള്ളു. ഗ്രാൻഡ് സാധനമാണ്. ഇതിൻ്റെ ഡിസൈൻ വ്യത്യാസം ഉണ്ടല്ലേ. ഇനി വൈറ്റ് ക്രിസ്മസ് അല്ലേ. വൈറ്റ് എത്രയാ? 250 വൈറ്റ്. കക്കോബ വൈറ്റ്, കട്ട് വർക്ക് വൈറ്റ്. കഴിഞ്ഞ ആഴ്ച കണ്ടവരല്ല കേട്ടോ, പുതിയത് ഒത്തിരി പേര് കാണുന്നുണ്ടല്ലോ. ഇനി ന്യൂ ഇയർ വരെ വൈറ്റിൻ്റെ ആഘോഷമായിരിക്കും എപ്പോഴും. പിന്നെ എൻ്റെ പൊന്ന് ദൈവം തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം. അവരെന്നോട് പറഞ്ഞ കേംബ്രിഡ്ജ് എന്നാണ് എന്നോട് പറഞ്ഞത്. അല്ല, കേംബ്രിഡ്ജ് എന്ന യൂണിവേഴ്സിറ്റി അല്ലേ? ഞാൻ ഇങ്ങനെ ചോദിക്കുക, ചെറുക്കന്മാരങ്ങനെ പറഞ്ഞത്. ഇതൊരു പ്രത്യേക രസമുള്ള തുണിയാട്ടോ. ഞാൻ ചോദിച്ചു സാറ്റിൻ കോട്ടൺ ആണോ നല്ലതെന്നാണ് പറഞ്ഞത്. ഒരു പ്രത്യേക മിനുസമൊക്കെ ഉണ്ട്. ഒരു ഭയങ്കര രസകരമായ ഒരു തുണി. പിന്നെ വില എത്ര? 170. ടോപ്പും ബോട്ടും അടിക്കാം കേട്ടോ. പെട്ടെന്ന് തീരും കേട്ടോ. അതിൻ്റെ കാരണം അതിൻ്റെ കളറും പ്രിൻറ്റും കോട്ട് സെറ്റിന് സൂപ്പറാണ്. അങ്ങനെ എന്നോട് പേര് പറഞ്ഞു. അങ്ങനെ ഓർത്തു അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ കാര്യമല്ലോ. പിന്നെ ഞാൻ ചെറുക്കന്മാരോട് ഞാൻ ചോദിച്ചില്ല. ഒന്നാമതെ നിങ്ങൾക്ക് മലയാളം അറിയാൻ പാടില്ല. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. എടുത്തോ. ടോപ്പും ബോട്ടത്തിന് നല്ലതാണ്. ഇതൊക്കെ ടോപ്പും ബോട്ടും ഒരേ കളർ എടുത്താൽ മതി. ലൈനിങ് ഒന്നും വേണ്ട. ഇതെത്രയാ? അത് തന്നെയാണ്. ക്രിസ്മസിനൊക്കെ ഇടാം. ക്രിസ്മസിന് തന്നെ റെഡ് ഇടണമെന്നൊന്നുമില്ലല്ലോ. ഫുൾക്കാരിയുടെ പല ഡിസൈൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അതെന്ത് അന്നേരം കാണിക്കാണ്ടിരുന്നേ? ഇതെത്രയാ? 170. അതെയോ? ആ, ഇത് വില കൂടിയതാട്ടോ. 170 ആട്ടോ. കട്ട് വർക്കിൻ്റെ ആട്ടോ. സാരിക്ക് 2-3 നേരം എടുക്കുമ്പോഴത്തേനും ഒരു റോള് തീരും കേട്ടോ. ഇതിൻ്റെ ഒന്നും അധികം കിട്ടിയിട്ടുമില്ല. ഇത് ഡിസൈൻ വ്യത്യാസം കേട്ടോ. പെട്ടെന്ന് തീരും. 3 സാരിക്ക് എടുത്താൽ പിന്നെ ഒന്നിനും തികയില്ല. കാണുമ്പോൾ വലിയ റോളൊക്കെയാണ്. 170. ആട്ടോ. അയ്യോ, ഗീവ് അവേയുടെ കാര്യം പറയാൻ മറന്നുപോയി. ഈ വീഡിയോയും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. 1000 രൂപയുടെ എൻ്റെ സമ്മാനാർഹമായ വ്യക്തിക്ക് 1000 രൂപയ്ക്ക് ഇഷ്ടമുള്ളത് ഈ കടയിൽ നിന്ന് എടുക്കാം.
1-ാം തീയതി മുതൽ വേറെ സംഭവങ്ങളാണ്. മൊത്തം ന്യൂ ഇയർ, ക്രിസ്മസ്. 299 299. വീഡിയോയുടെ ആദ്യം ഗീവ് പറയാൻ ഓർക്കണം. ഇത് നമ്മുടെ സ്ഥിരമുള്ള ആട്ടോ, ഡയബിൾ കോട്ടൺ ആട്ടോ, 299. അതിൻ്റെ പ്രിൻ്റ് വ്യത്യാസം. ഇതിപ്പോൾ ഫുൾക്കാരി പോണ പോലെ എന്നും പോകും. ഡയബിളാണ്. ഡയബിൾ എന്ന് പറയുമ്പോൾ പ്യുവർ കോട്ടൺ ആണ്. കുറേ നാൾ ഇട്ട് കഴിഞ്ഞ് വേണമെങ്കിൽ 3 പ്രിൻ്റ് ഉണ്ട്. ഇനി സ്ലബ്. കഴിഞ്ഞ ദിവസം സ്ലബ് ഇട്ടിട്ട് ഭയങ്കര ഡിമാൻഡായിരുന്നു. സ്ലബ് ഇടാറില്ലായിരുന്നു. കളറ് 120. ടോപ്പും ബോട്ടം അടിക്കാം. കഴുകുമ്പോൾ ചുരുങ്ങും. ചൂടുമില്ല കേട്ടോ. സ്ലബ് കോട്ടൺ എന്നാണ് പറയണത്. സ്ലബ് സിൽക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് നല്ല സുഖമാട്ടോ. എനിക്ക് ബോട്ടം ചില ചുരിദാർ സെറ്റിൻ്റെ ബോട്ടം ഒന്നും പറ്റില്ല. ഞാൻ ഇതിൻ്റെ കളർ എടുത്ത് തയ്ക്കുകയാണ്. കളറുണ്ടെങ്കിൽ ഇതാകുമ്പോൾ നല്ല സുഖം ഇടാൻ. ബോട്ടിൽ ഗ്രീൻ. ക്രിസ്മസ് അല്ലേ, പെട്ടെന്ന് എടുത്തു. സാരിക്ക് ബ്ലൗസൊക്കെ ഇതാ 2x2 നല്ല ഇതാണ്. തെളിവൊന്നും പോവില്ല. കഴിയുമ്പോൾ നമുക്ക് ആ കോട്ടൺ ഫീലിംഗ് കിട്ടും. ഒരു ചെറിയൊരു ഗ്ലോയും ഉണ്ടല്ലോ. 120 ഉള്ളേ. ക്യാരറ്റ് പീച്ച് ബേജ് കളർ. ഇതാകുമ്പോൾ എല്ലാത്തിനും മിക്കതിനും ഒത്തിരി ചേരും. ഷോളുകൾക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇതിട്ടിട്ട് ചുങ്കിടി ഷോളൊക്കെ ഇട്ടാൽ മതി. ടോപ്പും ബോട്ടം. റെഡിഷ് മെറൂൺ. അടിപൊളി സംഭവമാണ്. നേവി ബ്ലൂ. രേവതി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ കാര്യം മറക്കരുത്. വിഷ്ണു അപ്പടിയും പറയാനൊക്കെ അപ്പടിയും റണ്ണിങ്ങിൻ്റെ വീഡിയോ ആയത് കാരണം ആരും ഓർത്തോട്ടോ. തീർന്നോ? അപ്പോൾ ഈ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാണ്ട് ഇത്ര മീറ്റർ എന്ന് ഇട്ടേരെ വീഡിയോയ്ക്കല്ലേ പറഞ്ഞേ. അപ്പം പെട്ടെന്ന് 10 മണി മുതൽ 6 മണി വരെ ഓൺലൈൻ പിള്ളേർ കാണും, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ. പിന്നെ അപ്പോൾ ടോട്ടൽ പറയും. എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ശമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.